നമസ്കാരം എല്ലാവർക്കും ടെക് ഓൺ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും പോകുന്നത് MI ട്രൂ വയർലെസ് ഇയർഫോൺസ് 2 ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാം, നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് മുതലാവുന്നൊരു സാധനമാണ്. അപ്പോൾ ഞാൻ അത് 2 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പാക്കേജിന് ഫ്രണ്ടിലായിട്ട് എഴുതിയിട്ടുണ്ട് 14.2 mm പവർഫുൾ ഡൈനാമിക് ഡ്രൈവർ എന്നുള്ള കാര്യം. പിന്നീട് നമുക്ക് എൻവയോൺമെൻറ്റ് നോയ്സ് ക്യാൻസലേഷൻ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കിത് വോയിസ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് 1 സ്റ്റെപ്പ് ഈസി പെയറിങ്ങും ഈ 3 കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഫ്രണ്ടിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ചാർജിങ് കേസിൽ ലഭിക്കുന്നത് 250 mAh ആണ്. പിന്നീട് ഇയർഫോണിലാണെങ്കിൽ 30 mAh. ഈ 2 കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് പവറിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ബാക്ക് സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ചാർജിങ് കേബിൾ ലഭിക്കുന്നുണ്ട്. USB-C കേബിളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതിൻ്റെ ഒപ്പം നമുക്കൊരു യൂസർ മാനുവലും ലഭിക്കുന്നുണ്ട്. താഴ്ഭാഗത്തായിട്ട് നമുക്കിത് ചാർജ് ചെയ്യാനുള്ള USB കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും കാണാം. ഇനി നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോണിലേക്ക് ഇതൊന്ന് പെയർ ചെയ്യാം. ഇതിൻ്റെ കേസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് ഫോണിലൊരു ആനിമേഷൻ ലഭിക്കും താഴ്ഭാഗത്തായിട്ട്. നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഒരു ആനിമേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ വേർഷൻ MIUI 11 ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റെഡ്മി ഫോണോ അല്ലെങ്കിൽ ഷവോമിയുടെ മറ്റേതെങ്കിലും ബ്രാൻഡിലുള്ള ഒരു ഫോണോ ആയിരിക്കണം. അപ്പോൾ MIUI 11 വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു TWS ആണിത്. കണക്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ ലെഫ്റ്റ് ഇയർ പീസിലും റൈറ്റ് ഇയർ പീസിലും ഒപ്പം തന്നെ നമ്മുടെ ചാർജിങ് കേസിലും എത്ര ചാർജിന് ബാക്കിയുണ്ടെന്നുള്ള കാര്യം ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ആപ്പിൾ എയർപോഡിൻ്റെ ഒരു ആനിമേഷനും ആപ്പിൾ എയർപോഡ് ഒക്കെ നമ്മുടെ ഐഫോണിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു ആനിമേഷനും ഒരു ഡിസൈനും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതായിട്ട് ഫീൽ ചെയ്യും. കാരണം നല്ലൊരു സ്ട്രോങ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു മാറ്റ് ഫിനിഷാണ് ഇതിൻ്റെ ബോഡിക്ക് ചുറ്റും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫംഗ്ഷനെ പറ്റി നോക്കാം. ഇത് നമ്മളൊരു മ്യൂസിക് പ്ലെയറിൽ പാട്ടൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് പോസും പ്ലേയും ചെയ്യണമെങ്കിൽ റൈറ്റ് ഇയർ പീസിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഒപ്പം തന്നെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓൺ ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഇയർ പീസിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. ഇനി നമ്മുടെ ഫോണിലേക്ക് കോളോ മറ്റു കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ലെഫ്റ്റ് ഇയർ പീസിലായാലും റൈറ്റ് ഇയർ പീസിലായാലും ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ആ കോൾ ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഇയർഫോണിൻ്റെ മറ്റൊരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഇയർഫോൺ ഉപയോഗിച്ചുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഇയറിൽ നിന്ന് ഊരി മാറ്റുമ്പോൾ ആ സെക്കൻഡിൽ അവിടെ പാട്ട് പോസാകും. വീണ്ടും നമ്മൾ തിരിച്ച് വെക്കുമ്പോൾ വീണ്ടും അത് പ്ലേ ആകും. അങ്ങനെ നമ്മൾ ആദ്യം ഊരി മാറ്റിയ ആ ഇയർ പീസ് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പാട്ട് പ്ലേ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരെണ്ണം വെച്ചുകൊണ്ട് തന്നെ പ്ലേ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഇയർഫോൺ LHDC ഓഡിയോ കോഡെക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഓഡിയോ ക്വാളിറ്റി നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ഒരു ആൻഡ്രോയിഡ് വേർഷൻ 8 റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു LHDC സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെ ലഭിക്കും. ഇയർ പീസിലെ 100% ചാർജ് കൊണ്ട് നമുക്കിത് 4 മണിക്കൂർ വരെ യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നിങ്ങൾ ചാർജിങ് കേസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 14 മണിക്കൂർ വരെ യൂസ് ചെയ്യാം. പൊതുവെ ഇങ്ങനത്തെ വയർലെസ് ഇയർഫോണൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പോർട്സ് ആക്ടിവിറ്റീസിനാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പല ആൾക്കാർക്കും വരുന്ന സംശയമാണ് ഇത് നമ്മുടെ ചെവിയിൽ നിന്ന് ഊരി പോകുന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇത് ചെവിയിൽ വെച്ചിട്ട് നന്നായിട്ട് തലയൊക്കെ കുലുക്കി നോക്കി ഓടിയും ചാടിയൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ ചെവിയിൽ നിന്ന് വിട്ടു പോകുന്നില്ല. നന്നായിട്ട് തന്നെ ചെവിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എനിക്കിതിൽ തോന്നിയൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്യണം. വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്യണം. പിന്നീട് നമുക്ക് പ്രീവിയസ് ട്രാക്കിലേക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് സോങ്ങിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 3999 രൂപയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിന് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുതലാവും. നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും സ്റ്റോറിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.